ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാറ്റയിലെ നൾ സേഫ്റ്റി എന്താണെന്നാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും ഡാറ്റ സൗണ്ട് നൾ സേഫ് ആണ്, നൾ സേഫ്റ്റി ഉണ്ട്. പിന്നെ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടും. വാട്ട് ഈസ് ആക്ച്വലി ദിസ്? അതാണ് നമ്മൾ നോക്കുന്നത്. നൾ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു മേക്ക് യുവർ കോഡ് മോർ ലയബിൾ ആൻഡ് ലെസ് പ്രോൺ ടു നൾ റെഫറൻസ് എറേഴ്സ്. അതായത് നൾ വാല്യൂ വന്നിട്ട് നമ്മുടെ ആപ്പ് ക്രാഷ് ആയി പോവുക, അല്ലെങ്കിൽ നമ്മളുടെ കോഡ് റിലയബിലിറ്റി കൂട്ടുക. ഈ നൾ വാല്യൂ കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ എന്ത് ചെയ്യാണ്, വി ആർ ടാക്കിളിങ് ഇറ്റ്. സോ അതിനുവേണ്ടി ഡാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചറാണ് നൾ സേഫ്റ്റി എന്നുള്ള ഫീച്ചർ. ഇത്രേ ഉള്ളൂ. ഒരു വേരിയബിളിനകത്തേക്ക് നൾ വാല്യൂ വന്നിട്ട് ആ വേരിയബിൾ പിന്നീട് റെഫറൻസ് ചെയ്യുമ്പോൾ അതിൽ നൾ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ആപ്പ് എന്ത് ചെയ്യും, ക്രാഷ് ചെയ്യും. അപ്പോൾ അത്തരം എറേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചറാണ് എന്ത്, ഈ നൾ സേഫ്റ്റി എന്നുള്ള ഫീച്ചർ. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സി ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ വോയിഡ് മെയിൻ. ദിസ് എ ഡോട്ട് ഫയൽ. Then you have a void main here. See, I'm going to declare a variable here. It is of type string. See, give a name. Variable equal to a value. ഞാൻ ഇവിടെ string value assign ചെയ്തു. You know this. ഇത് string type ഉള്ള variable ആണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, string valuesനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. See, what if ഇതിനകത്ത് if there is no value, ഇതിനകത്ത് വാല്യൂ ഇല്ല, ദാറ്റ് മീൻസ് ഇതിനകത്ത് null ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ഹാപ്പൻ ചെയ്യുക? ഇത് കണ്ടോ, ഇതിനകത്ത് ഇവിടെ ഒരു എറർ വന്നു. ദാറ്റ് മീൻസ് ടൈപ്പ് വാല്യൂ, എ വാല്യൂ ഓഫ് ടൈപ്പ് null can be assigned to a variable of type string. റൈറ്റ് നൗ ഈ സ്ട്രിംഗ് വേരിയബിളിന്, സ്ട്രിംഗ് ടൈപ്പിലുള്ള ഈ വേരിയബിളിന് സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു നൾ വന്നാൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന് നള്ളിനെയും കൂടി ഹോൾഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇതിന് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പുട്ട് ആൻ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. നൗ യു ക്യാൻ സി എറർ പോയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് നള്ളബിൾ ആയി. ദാറ്റ് മീൻസ് ഈ വേരിയബിളിന് ദാറ്റ് മീൻസ് ഇവിടെ ഞാൻ കൊടുത്ത ഈ വേരിയബിളിന് അതിന്റെ ടൈപ്പ് സ്ട്രിംഗ് ആണ്. സ്ട്രിങ്ങിനെ ഹോൾഡ് ചെയ്യാം, അതിന്റെ കൂടെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നൾ എന്നുള്ള ടൈപ്പിനെയും കൂടി എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എന്ത്, നൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആണ് ഓപ്പറേറ്റർ. ആൻഡ് ഇത് നമ്മൾ ഈ വേരിയബിൾ ഡിക്ലറേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പൻ ചെയ്യുന്നത് എന്തായിരിക്കും, ആ ഏതിലാണോ നിങ്ങൾ ആഡ് ചെയ്തത് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്പാർട്ട് ഫ്രം ദാറ്റ് ടൈപ്പ് ഇറ്റ് ക്യാൻ ഹോൾഡ് നൾ. ഓക്കെ, ഇനി ഞാനിവിടെ ഐ എം ഗോയിങ് ടു റൈറ്റ് എ പ്രിന്റ് ഹിയർ. ഐ എം ഗോയിങ് ടു പ്രിന്റ് എ വേരിയബിൾ, ദാറ്റ് വേരിയബിൾ ഹിയർ, വേരിയബിൾ. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, നോ പ്രോബ്ലം. ബട്ട് ഞാനിവിടെ ഇതിനകത്ത് ഈ വേരിയബിൾ എന്നുള്ള ടൈപ്പില്, വേരിയബിൾ എന്നുള്ളതിൽ കുറച്ച് മെത്തേഡിനെ കോൾ ചെയ്യാണ്. ഐ എം ഗോയിങ് ടു കോൾ ദ മെത്തേഡ് വേരിയബിൾ ഡോട്ട് ടു ലോവർ കേസ് എന്ന് ഞാൻ എഴുതി. ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ എറർ കാണാം. ഓക്കെ, ദാറ്റ് മീൻസ് വേരിയബിളിൽ വാല്യൂ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇത് വേരിയബിളിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ വാല്യൂ. ഇഫ് ദർ ഈസ് വാല്യൂ, നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ വാല്യൂവിനെ ലോവർ കേസ് ആക്കാം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് എ നൾ? ഇതിനകത്ത് നള്ളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നൾ എന്നുള്ള ടൈപ്പിനെ എടുത്തിട്ട് നിങ്ങൾക്ക് ലോവർ കേസ് ഇക്വലന്റ് നിങ്ങൾക്ക് അതിനെ എഴുതാൻ കഴിയില്ല. അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യും? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ വന്നിട്ട് യു കൻ ആഡ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. ഐ എം ഗോയിങ് ടു പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. നൗ ഇറ്റ് ക്യാൻ കൺവേർട്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഇത് ഈ ഒരു ഇവിടെ ഒരു എറർ ഹൈലൈറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ സേഫ്റ്റി ഇല്ലാത്തൊരു കേസ് ഇമാജിൻ ചെയ്യുക. ഈ എറർ ഇല്ല, ഈ എറേഴ്സ് ഇവിടെ കാണിക്കുന്നില്ല, കമ്പൈൽ ടൈമിലുള്ള എറേഴ്സ് ഇവിടെ കാണിക്കുന്നില്ല. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തൊരു നൾ വന്നു. നൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോഗ്രാം ഇനെവിറ്റബിളി നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യും, ക്രാഷ് ആവും. അപ്പൊ ഇത്തരം ക്രാഷസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നൾ സേഫ്റ്റി എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഓക്കെ, ദെൻ ഇനി ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു റൺ ദിസ് ഡാർട്ട്. The file name is null safety dot. Okay, now you can see two null values here. പ്രോഗ്രാം ക്രാഷ് ആയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് വന്നു, നൾ വാല്യൂ, നൾ എന്നുള്ള ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ ഗീവ് എ വാല്യൂ ഹിയർ. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. ഐ എം ഗോയിങ് ടു അസൈൻ എ വാല്യൂ. ഓക്കെ, ദെൻ ഇറ്റ് വിൽ പെർഫെക്റ്റ്ലി വർക്ക്. ഓക്കെ, ഇവിടെ വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനെ ലോവർ കേസ് ആക്കി പോയത്. ഓൾറെഡി ലോവർ കേസിലാണ്.
See, let me write in uppercase. Okay. Okay. Then now you can see it is converted to lowercase, and first നമ്മൾ as it is a variable print ചെയ്തു, രണ്ട് അതിനെ lowercase എഴുതി. അപ്പോൾ ഈ nullable ആയിട്ടുള്ള വേരിയബിൾസിന്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു പുട്ട് ദിസ് ഓപ്പറേറ്റർ. ഓക്കെ. സോ അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, നൾ സേഫ്റ്റി നൾ റെഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ആന്റിസിപ്പേറ്റ് അറ്റ് കമ്പൈൽ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആന്റിസിപ്പേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് കാരണം വരുന്ന ഒരു എറർ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, റൺ ടൈമിൽ ഒക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നൾ സേഫ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇത് നമ്മൾ നോർമലി എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടും. അതായത് പ്രിന്റ് എന്ന് എഴുതിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യണം? ഐ എം ഗോയിങ് ടു കോൾ ദാറ്റ് വേരിയബിൾ ഡോട്ട് ടു സം അതർ മെത്തേഡ്, ടു അപ്പർ കേസ് എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യും. ഓക്കെ, ആൻഡ് യു ഹാവ് എൻ എറർ. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി നമ്മളോട് പറയും ആഡ് എ നൾ ചെക്ക് ഓപ്പറേറ്റർ ആഡ് ചെയ്യാൻ പറയും. എക്സ്ക്യൂസ് മീ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് ഞാനിവിടെ വന്നിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടു. നമുക്ക് എറർ എന്ത് ചെയ്തു? അവിടുന്ന് പോയി. ആൻഡ് ദിസ് വിൽ വർക്ക്. ഓക്കെ, ഞാൻ ഇത് വർക്ക് ചെയ്തു, റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി എന്താണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. ഒന്ന് ടു അപ്പർ കേസ് ആക്കി, ഒന്ന് ടു ലോവർ കേസ് ആക്കി, ഒന്ന് നോർമലി അത് പ്രിന്റ് ചെയ്തു. ഇത് ഓക്കെ ആണ്. റൺ ടൈമിൽ എന്തില്ല, കമ്പൈൽ ടൈമിൽ എറേഴ്സ് ഒന്നുമില്ല, റൺ ടൈമിൽ എറേഴ്സ് ഇല്ല, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ആൻഡ് പക്ഷേ ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് എ നൾ? ഇവിടെ ഒരു നൾ വാല്യൂ വരികയാണ്. അതായത് ഇത് നള്ളായി എന്ന് വിചാരിക്കുക. സംഭവം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഈ വേരിയബിളിലേക്ക് എന്ത് വന്നു? വാല്യൂ ഒന്നും വന്നില്ല, നള്ളാണ് വന്നത്. ഇവിടെ നമുക്ക് പ്രോഗ്രാമിൽ ആസ് എ പ്രോഗ്രാമർ ഇവിടെ കണ്ടു, ഇവിടെ ദർ ഈസ് നോ എറേഴ്സ്. പക്ഷേ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റൺ ചെയ്യുമ്പോൾ യുവർ പ്രോഗ്രാം വിൽ ക്രാഷ്. നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യും? ക്രാഷ് ആവും. അതിന് കാരണം എന്തായിരിക്കും? ഇവിടെ കണ്ടോ, ദർ ഈസ് എൻ എറർ. ഇവിടെ ഒരു നൾ റെഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എറർ ആയിരിക്കും. നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി പുട്ട് ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക്. പക്ഷെ അവിടെ എന്ത് വന്നു? ഇതിനകത്തൊരു നൾ വാല്യൂ ആണ് വന്നത്. ഇവിടെയാണ് എറർ കോസ് ചെയ്തത്. അപ്പോൾ ഇത്തരം കേസിൽ ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് എന്ത് വരും? യു വിൽ ഗെറ്റ് ആൻ എക്സെപ്ഷൻ. ഇവിടെ എക്സെപ്ഷൻ വരും. ദാറ്റ് എക്സെപ്ഷൻ ഈസ് കോൾഡ്, ഈ എക്സെപ്ഷൻ ആണ് നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ എന്നുള്ള എക്സെപ്ഷൻ വരും. അപ്പൊ ഇത്തരം എക്സെപ്ഷൻസ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ് എന്ത്? ദർ വോണ്ട് ബി എ നൾ വാല്യൂ ഹിയർ. ഇതിനകത്ത് ഒരു കാരണവശാലും ഒരു നൾ വാല്യൂ വരില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ദിസ് എക്സ്ക്ലമേറ്ററി മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. എന്താണ് ഈ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് എപ്പോഴാണ് നമ്മൾ ഇടുക, അല്ലെങ്കിൽ എപ്പോഴാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് നൾ എന്നുള്ള വാല്യൂ ഈ വേരിയബിളിൽ ദിസ് ഇസ് നള്ളബിൾ വേരിയബിൾ, നള്ളബിൾ ആണ്. പക്ഷേ റൺ ടൈമിൽ ഒരു കാരണവശാലും ഇതിനകത്ത് എന്ത് വരില്ല? ദർ വോണ്ട് ബി എനി ചാൻസ്. അതിനകത്തൊരു നൾ വരാനുള്ള ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ദിസ്. അതർവൈസ് യു ഹാവ് ടു പുട്ട് ദിസ്. നിങ്ങൾക്ക് അതിനെ നൾ വന്നാൽ എന്ത് ചെയ്യണം? അതിനെ പ്രോപ്പറായിട്ട് ആ എക്സെപ്ഷൻ വരാതെ ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് ദിസ്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നോക്കുന്നത് ഒരു നള്ളബിൾ ടൈപ്പിനെ അല്ലെങ്കിൽ നോൺ നള്ളബിൾ, നള്ളബിൾ ടൈപ്പിനെ എങ്ങനെ നോൺ നള്ളബിൾ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇപ്പൊ ഞാനിവിടെ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അനദർ വേരിയബിൾ സ്ട്രിംഗ് ന്യൂ വേരിയബിൾ equal to, I want to store this variable into this new variable. I'm going to assign that value here, variable. Okay, now you can see an error here. ഇവിടെ എറർ കാണാം, but you can put a question mark here. No, exclamatory mark here. ഇവിടെ ഞാൻ ഒരു exclamatory mark ഇട്ടു. Okay, now there is no error. Okay, then ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷെ ഇവിടെ എന്ത് വരും? ഇവിടെ യു വിൽ ഗെറ്റ് എൻ എറർ. ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ഗെറ്റ് എൻ എറർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ഇവിടെ വരും. സെയിം എക്സെപ്ഷൻ, ബിക്കോസ് ഇവിടെ എന്താണ്? നൾ ചെക്ക് ഓപ്പറേറ്റർ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ. അപ്പോൾ ഒരു നള്ളബിൾ നോൺ നള്ളബിൾ വേരിയബിളിലേക്ക്, അല്ലെങ്കിൽ നള്ളബിൾ വേരിയബിളിനെ നോൺ നള്ളബിൾ വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ
ഈ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നള്ളാണെങ്കിൽ വാട്ട് ടു ഡു, അല്ലെങ്കിൽ എന്ത് സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സി ഐ എം ഗോയിങ് ടു ഡു ദ എക്സാക്ട് സെയിം തിങ്. താഴെ ഒന്നുകൂടി എഴുതുകയാണ് ഇവിടെ. ദിസ് ഈസ് എ സ്ട്രിംഗ് വേരിയബിൾ, then sorry, then paste it here. Variable, no, new variable equal to new variable equal to that variable okay, then put two question marks, then assign a value. See, I'm going to assign something called default. Okay, then semicolon. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഇവിടെ ഇത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? ഇഫ് ദർ ഈസ് നൾ, ഇഫ് വേരിയബിൾ ഈസ് നൾ, ടേക്ക് ദിസ് വാല്യൂ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻസൈഡ് ന്യൂ വേരിയബിൾ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നിങ്ങൾക്ക് ഡീഫോൾട്ട് വാല്യൂസ് അല്ലെങ്കിൽ ഒരു നള്ളബിൾ വേരിയബിളിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും എങ്ങോട്ട്, നോൺ നള്ളബിൾ വേരിയബിൾ ആയിട്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ ഫംഗ്ഷനകത്ത് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ദെൻ 3 നമ്പർ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ഞാനിവിടെ ഒരു പ്രിന്റ് എഴുതിയിട്ടുണ്ട്. ആ പ്രിന്റിനകത്ത് ആ റിസീവ് ചെയ്ത നമ്പേഴ്സിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ആരെങ്കിലും ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയാത്തതുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അത് കണ്ടു നോക്കുക. ഇത് ഇവിടെയുള്ള എററിന് കാരണം എന്താണ്, പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്, അത് നമ്മൾ പാസ് ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു പ്രൊവൈഡ് 3 ആർഗ്യുമെന്റ്സ് 25. ഓക്കെ, ദെൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് 75. ഓക്കെ, ഇനി നമ്മളെ നൾ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇവിടെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസിന്റെ കേസിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഇവിടെ ഞാൻ ഇതിനകത്ത് ഐ എം ഗോയിങ് ടു മേക്ക് ഓൾ ദീസ് തിങ്സ് ഓപ്ഷണൽ. ഇത് ഞാൻ ഓപ്ഷണൽ ആക്കി. ഓക്കെ, ഓപ്ഷണൽ ആക്കാൻ നമുക്ക് അറിയുന്നതാണ്, പൊസിഷണൽ നെയിംഡ് പാരാമീറ്റർ ആക്കി. ഓക്കെ, ഇവിടെ കണ്ടോ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ എറേഴ്സ് വരും. ദാറ്റ് മീൻസ് ഇത് ദീസ് ആർ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ്. ദാറ്റ് മീൻസ് നം1 അവിടെ എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ വരാം, നം2ന് വാല്യൂ വരാം, അല്ലെങ്കിൽ നം3ന് വാല്യൂ വരാം. പക്ഷെ ഇതിനകത്ത് നം1 ഇല്ലാതിരിക്കാം, നം2 നം3 മാത്രമാവും. ആ ഒരു കോമ്പിനേഷൻസ് എല്ലാം വരാം ഇതിനകത്ത്. അപ്പോൾ നം1 ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നം1ൽ എന്ത് വാല്യൂ വരും? ഓക്കെ, അപ്പോൾ നം1 നൾ എന്നുള്ള വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ദെൻ ബിക്കോസ് 3 ആർ ഓപ്ഷണൽ, ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ദെൻ ഇമീഡിയറ്റ്ലി ആ എറർ നേരെ ജമ്പ് ചെയ്ത് താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ കാണാം നം1 പ്ലസ് നം2 പ്ലസ് നം3 എന്നുള്ളൊരു എറർ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ if there is num1 and num2, num1 num2 num3, no problem, num1 plus num2 plus num3 happen ചെയ്യും. ഇവിടുത്തെ കേസിലല്ല, ഞാൻ ആ ഒരു സെനാരിയോസ് പറയണം. പക്ഷെ നം1 നം2 മാത്രമാണ്, നം3 ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നം1 നം3 മാത്രമാണ്, നം2 നം3 മാത്രമാണ്, നം1 നം2 മാത്രമാണ്, അങ്ങനത്തെ കേസുകൾ വരാം. ബാക്കി ഇല്ലാത്തത് അവിടെ നള്ളായിരിക്കും വരിക. അപ്പൊ നമുക്ക് 2 ഇൻറ്റീജർ അല്ലെങ്കിൽ 3 ഇൻറ്റീജർ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 2 ഇൻറ്റീജറിന്റെ കൂടെ ഒരു നൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു കേസ് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, ബാക്കി 2 നള്ളാണ്. അപ്പൊ ആ ഒരു സെനാരിയോ ഇവിടെ ഹാപ്പൻ ചെയ്യില്ല. അപ്പൊ അത്തരം കേസിൽ എന്ത് വരും, ആ നൾ റെഫറൻസ് എറേഴ്സ് ഇവിടെ ഒക്കർ ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും? ഇനീഷ്യലി നമുക്ക് ഈ എറർ കറക്റ്റ് ചെയ്യാം. ഈ എററിന് കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബിക്കോസ് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്താണ്, നെയിംഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നെയിംഡ് പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കണം. നം1 എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 25 എന്ന് പാസ് ചെയ്തു. നം2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 20 എന്ന് പാസ് ചെയ്തു. നം3 ഈസ് 10. ഓക്കെ, സോ ഇവിടെ ഓക്കെ ആണ്. പക്ഷെ ഇവിടെ ഓക്കെ അല്ല. ഇവിടെ ദിസ് ഈസ് ഓക്കെ, 3 വാല്യൂ ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഇസ് ഓൺലി 2 വാല്യൂ? നമുക്ക് നം1 ഉണ്ട് 20 ആൻഡ് നം2 20 ഉണ്ട്. ദെൻ യു ഹാവ് again you have num2 and num3 is 10, num3 എന്ന് പറയുന്നത് it is num3 എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കും. ഓക്കെ, then again add num1 and num1 is 10, num3 is 50. Okay, you have to put semicolons here. Okay, don't forget that. Okay, അപ്പോൾ ഈ കോമ്പിനേഷൻസ് നോക്കുക. ഇവിടെ 3 വാല്യൂ ഉണ്ട്, 2 വാല്യൂ ഉണ്ട്, ആൻഡ് ദർ ആർ കേസസ് ലൈക്ക് ദിസ്. ആഡ് ഓൺലി നം1 50 and you have
add num2 20. Okay, then add num3 50. Okay, these are the cases. അപ്പോൾ എന്ത് സംഭവിക്കണം, അതായത് 3 വാല്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ 2 വാല്യൂ വന്നാൽ മൂന്നാമത്തെ ഒരു വാല്യൂ നള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ നള്ളിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്തി ആയിട്ടൊരു ഇഫ് എഴുതാം. ഏതാണ് നള്ളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണാം. ഇഫ് നം1 നള്ളാണെങ്കിൽ ഈക്വൽ ടു നൾ, അങ്ങനെയാണെങ്കിൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഈസ് നം1 പ്ലസ് നം2 പ്ലസ് നം3 ആയിരിക്കും. നം2 പ്ലസ് നം3. ഓക്കെ, ഇതായിരിക്കും. പക്ഷെ നം3 എന്താവാം, ഈ നം2 നം3 ഒക്കെ നള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം, ഓൾ കോമ്പിനേഷൻസ് നമ്മൾ ഇവിടെ എഴുതേണ്ടി വരും. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐ എം ഗോയിങ് ടു ഡിക്ലെയർ എ വേരിയബിൾ റിസൾട്ട് var റിസൾട്ട് ഈക്വൽ ടു, അല്ലാതെ എഴുതാം, പ്രിന്റിനകത്ത് എഴുതാം, റിസൾട്ട് ഈക്വൽ ടു നം1 പ്ലസ് നം2 പ്ലസ് നം3 എന്ന് എഴുതി. ഓക്കെ, ഇവിടെയൊക്കെ സ്റ്റിൽ എറേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ച നൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? if there is null, take a 0. Okay, so let me make it inside a bracket, no curly braces. Okay, okay, ഇപ്പൊ നമുക്ക് എറേഴ്സ് ഒന്നുമില്ല. then print that result, print res. ഇത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് ആദ്യത്തെ കേസ് എടുക്കുക, 3 വാല്യൂസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? if there is value num1 plus num2 plus num3, this will happen. num1 വന്ന വാല്യൂ num1, num2, num3 എടുക്കും. if there are 2 values, num1 num2 മാത്രം ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും? num1 വാല്യൂ ഉണ്ട്, ഓക്കെ, ടേക്ക് ദാറ്റ്. num2 വാല്യൂ ഉണ്ട്, ടേക്ക് ദാറ്റ്. and what about num3? num3 വാല്യൂ ഇല്ല, there is no num3 here. സെക്കൻഡ് കേസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? num3 നള്ളാണ്, then take that 0. നം3 എന്ത് ചെയ്യണം? 0 ആയിട്ട് എടുക്കണം. അതാണ് നമ്മൾ ഡീഫോൾട്ട് വാല്യൂ എന്നൊരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇതേപോലെ ആയിരിക്കും ബാക്കി എല്ലാ കേസും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ത് ചെയ്യില്ല, ഈ നൾ റെഫറൻസ് വന്നിട്ട് എന്ത് ചെയ്യില്ല, പ്രോഗ്രാം ഒരിക്കലും ക്രാഷ് ആവില്ല. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നൾ സേഫ്റ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം, ഇത് എഴുതുന്നതിന് പകരം യു ക്യാൻ പുട്ട് ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടാം. പക്ഷെ ഈ പ്രോഗ്രാം എന്ത് ചെയ്യും? സംഭവം ഇത് ക്രാഷ് ചെയ്യും. ബിക്കോസ് എന്ത് വന്നിട്ടുണ്ടാവും, നം1 എന്ന് പറയുന്നത്, ഈ കേസിൽ എന്ത് ചെയ്തു, ഇവിടെ നം1 ഇല്ല, നം1 ഇവിടെ നൾ റെഫറൻസ് വന്നു. അതുകൊണ്ട് കമ്പൈൽ ടൈമിൽ ഇതിൽ എറർ ഒന്നുമില്ല, പക്ഷെ റൺ ടൈമിൽ എന്ത് ചെയ്തു, ഒരു നൾ റെഫറൻസ് വന്നുകൊണ്ട് എറർ വന്നു. അപ്പൊ ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് എവിടെയായിരിക്കും പുട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നള്ളബിൾ വേരിയബിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പാണ് എന്ത്, there won't be any chance, അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ഷുവർ ആണ് ഇതിനകത്ത് എന്ത് വരില്ല, റൺ ടൈമിൽ ഒരു നൾ വാല്യൂ വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പുട്ട് ദിസ് എക്സ്ക്ലമേറ്ററി മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നൾ സേഫ്റ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് തിങ്, ഈ ഡീഫോൾട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നതാണ് എന്ത്, ബെറ്റർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മളെ പ്രോഗ്രാം എന്ത് ചെയ്യില്ല, നൾ റെഫറൻസ് വന്നിട്ട് എന്ത് ചെയ്യില്ല, ക്രാഷ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യാം. ആൻഡ് ഞാൻ എൻ്റെ ഒരു ഈ നൾ സേഫ്റ്റിയിലുള്ള ഒരു ഒബ്സർവേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ മേ ബി ചിലപ്പോൾ ഇത് ഫ്ലട്ടർ അല്ലെങ്കിൽ ഡാർക്ക് ഡോക്യുമെന്റേഷനിലുള്ള പോലെ എക്സാക്ട്ലി അതേപോലെ അല്ലെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആസ് എ ഡെവലപ്പർ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട രീതിയിലാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. മേ ബി അതിനകത്ത് എറേഴ്സ് ഉണ്ടായിരിക്കും, ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് കമന്റിൽ പറയാം. അതല്ലെങ്കിൽ വാച്ച് ദ വീഡിയോ, ദെൻ ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ദെൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.